ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് എൻ്റെ ഫാമിലിയിൽ ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് വലിയ ബിൽഡപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആദ്യം ആളെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ആളെ ഞാൻ എവിടെ വെച്ചാൽ പരിചയപ്പെട്ടത്, എങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആളെ കാണണ്ടേ? അപ്പോൾ നമുക്ക് എന്തായാലും ആളെ കണ്ടിട്ട് തിരിച്ചു വരാം. ബാ. കുഞ്ഞല്ലേ. എനിക്ക് എങ്ങനെ ആളെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ പാർവതിയുടെ ലൊക്കേഷനിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പട്ടി എനിക്ക് അത്ര താല്പര്യമില്ല, എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ പട്ടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല, പൂച്ച എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഞാനിങ്ങനെ പെറ്റായിട്ട് അങ്ങനെയൊന്നും ഞാൻ വളർത്തിയിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഒരു 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 പൂച്ച വരും, ഒരു വലിയ പൂച്ച വരുമായിരുന്നു. അപ്പോൾ അത് മിക്കവാറും അത് പ്രസവിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നോ രണ്ടോ ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടിടുമ്പോഴത്തേക്കും ഞാൻ അതിന് പാലൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ നോക്കും. അല്ലാണ്ട് ഞാനിങ്ങനെ പെറ്റായിട്ട് വീട്ടിൽ തന്നെ വെച്ച് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ നോക്കുന്ന എല്ലാ പൂച്ചയും എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് മരിച്ചു പോകും കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ കരച്ചിൽ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് മന്ത് ഇതേപോലെ അതൊരു പൂച്ചനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാനിങ്ങനെ നല്ലതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അത് ഇതേപോലെ കളിക്കാൻ ഇറങ്ങിയിട്ട് രാത്രിയിൽ തിരിച്ച് കയറി വന്നില്ല. അങ്ങനെ അതിനെ പട്ടി കടിച്ച് അത് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ടാണ് അതായത് രാവിലെ ഞാൻ ഷൂട്ടിന് പോകാൻ എണീറ്റപ്പോഴത്തേക്കുമാണ് ഞാൻ ഇത് മുറ്റത്ത് കിടക്കുന്നത് കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു, ഭയങ്കര കരച്ചിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അത് കണ്ടിട്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയത്. അവിടെ പോയത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അവനെ എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ തികയുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഈ ഷെഡ്യൂള് ഞാൻ ഷൂട്ടിന് പോയപ്പോഴത്തേക്കും അവിടെ രാവിലെ ഞാൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തുനിന്ന് ഈ ഒരു കുഞ്ഞു പൂച്ച കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി, പൂച്ചയാണല്ലോ ഞാൻ നോക്കുമല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു, ഇല്ല തൊട്ടടുത്ത റൂമിൽ കിടക്കുവാണ് എന്ന് അവനിങ്ങനെ പറഞ്ഞു. അവൻ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതായത് ഈ മഴയൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആരോ ഇതിനെ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് ഒരു പറമ്പിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെ കിടന്ന് ഫുൾ ചെളിയൊക്കെ പുരണ്ടിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അവിടെ കിടന്ന് കരയുന്ന കേട്ടിട്ട് ഇവൻ പോയിട്ട് അതിനെ എടുത്തിട്ട് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് കുഞ്ഞു പാലൊക്കെ കൊടുത്ത്, കുഞ്ഞത് തീരെ ചെറുത്, ഞാൻ അത്രയും ചെറിയ സൈസ് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് അതിന് പാലെല്ലാം കൊടുത്ത് അതിന് റൂമൊക്കെ കൊടുത്ത് അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ചെന്ന് ഈ കഥയൊക്കെ കേട്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കൊണ്ടുപോകും ചേച്ചി എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് തന്നേക്ക്, ഞാൻ വൈകിട്ട് കൊണ്ടുപോയിക്കോളാം. പക്ഷെ ഞാൻ പൂച്ചേനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ ഞാൻ തൊടുവൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനെങ്ങനെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ മടിയിലൊക്കെ വെച്ച് ഞാനിത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇതിനെ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഡ്രൈവർ പയ്യൻ പറഞ്ഞു, ഇങ്ങനെ കഴുത്തിൽ ബാക്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി, ഇത് അനങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സേഫായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴത്തേക്കും ആള് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം സൈലന്റ് ആയിട്ടൊക്കെ ഇരുന്നു. അടുത്ത ദിവസം തൊട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് പിന്നെ അവിടെ കയറുന്നു ഇവിടെ കയറുന്നു, ആകെ ബഹളം, നമ്മൾ കാലിലൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹം, ഭയങ്കര അടുപ്പം. അങ്ങനെ
അങ്ങനെ ഭയങ്കര ആള് ഫുൾ അങ്ങ് സെറ്റായി. അമ്മയൊന്നും അങ്ങനെ തൊടുവൊന്നുമില്ലായിരുന്നു. ഇപ്പൊ അമ്മയുടെ മടിയിൽ കയ്യിൽ ഒക്കെ ഇരിക്കും. ആള് സൂപ്പർ സെറ്റായിട്ട്. അപ്പോ നമ്മൾ ഇതുവരെ അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് പേരിടണ്ടേ? നമുക്ക് പേരിട്ടാലോ? അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു പേരിടുന്ന അങ്ങനെ വേണ്ട. തൽക്കാലം നമുക്ക് വെറൈറ്റിക്ക് ഞാൻ കുറച്ച് പേരുകൾ എഴുതി ഒരു ചിറ്റിടാം. എന്നിട്ട് അതിൽ ഇഷ്ടമുള്ളത് ആളെടുത്തോട്ടെ, അങ്ങനെ വെക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് പേരിടാം. അപ്പൊ ബാ നോക്കാം. യെസ്, അങ്ങനെ നമ്മൾ നീമോ എന്ന് പേരിട്ടു. അപ്പൊ നീമോ ഞാൻ കുറച്ച് യൂണിസെക്സ് നെയിംസ് ആണ് നോക്കിയത്. കാരണം ഇതെനിക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ആള് ഹെൽത്തി ആണോ എന്ന് അറിയണം, ഇതിന്റെ വാക്സിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം, എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ ചെന്നപ്പോൾ ഡോക്ടറെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് സ്റ്റാഫ് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പോയി വാക്സിനേഷന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു. ആള് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുവാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം വേറെ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. പ്രായമാണെങ്കിൽ ആകെ 3 ആഴ്ചയെ പ്രായമുള്ളൂ. ചെറിയ കുഞ്ഞല്ലേ. അപ്പം 3 ആഴ്ചയേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ പാല് മാത്രമേ കൊടുക്കുന്നു, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കുളിപ്പിക്കാറോ അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് വളരെ നല്ല കുട്ടിയായിട്ട് വീട്ടിലിരിക്കുവാണ്. ഭയങ്കര കുറുമ്പാട്ടോ. അവിടെ കയറുന്നു ഇവിടെ കയറുന്നു. നമുക്ക് ചില സമയത്ത് ശല്യമാ, പക്ഷെ എന്നാലും ചക്കളു വേണ്ടേ. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ നീമോയുടെ വിശേഷങ്ങൾ. ഇപ്പോഴും എനിക്ക് കാല് താഴെ വെക്കാൻ പറ്റാണ്ട് ഞാൻ കാല് മേലെ വെച്ചിട്ട് ഇരിക്കുവാണ്. അതായത് താഴെ തൂക്കിയിട്ടാൽ അത് കാലിൽ വന്ന് ഓടി വന്ന് പിടിക്കും. അപ്പോൾ നല്ല നഖമൊക്കെ ഉണ്ട്. ഇപ്പൊ നഖം വെട്ടാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കാലൊക്കെ മേലെ വെച്ചിട്ട് എനിക്ക് ഇച്ചിരി പേടിയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞ് ടെററിസ്റ്റാണ്, ഒരു കുഞ്ഞ് അക്രമിയാണ്. അതുകൊണ്ട് കുറച്ച് പേടിച്ചൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പുതിയ മെമ്പറുടെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീട്ടിലെ പുതിയ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻസിൽ പറയൂ എൻ്റെ നീമോനെ ഇഷ്ടമായിട്ടുണ്ടോയെന്ന്. സോ നീമോയുടെ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് നീമോ കേട്ടോ, നീമോ എടാ. എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം, കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.